പാകിസ്ഥാനിൽ സൈനിക താവളം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണോ അമേരിക്ക? ആരോപണം ഉന്നയിക്കുന്നത് ഇറാനാണ്. ചൈനയെ ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ നീക്കമെന്നാണ് ഇറാൻ്റെ ആരോപണം. ഇറാൻ്റെ തുറമുഖമായ ചബഹാറിനും പാകിസ്ഥാനിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്വാദർ തുറമുഖത്തിനും മധ്യത്തിലാണ് അമേരിക്ക സൈനിക താവളം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് ഇറാൻ്റെ ആരോപണം. ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉപദേഷ്ടാവ് അലി അക്ബറാണ് ആരോപണം ഉന്നയിച്ചത്. പാകിസ്ഥാനെതിരെയും ഇറാൻ ആരോപണം ഉയർത്തിയിട്ടുണ്ട്. സൈനിക താവളം സ്ഥാപിക്കാൻ അമേരിക്കയ്ക്ക് പാകിസ്ഥാൻ ഒത്താശ ചെയ്യുകയാണെന്നും ഇറാൻ ആരോപിച്ചു. മേഖലയിൽ വ്യാപാര, വാണിജ്യ, ഊർജ്ജ മേഖലകളിൽ ആധിപത്യം ചൈനയ്ക്കാണ്. ഈ ആധിപത്യം തടയുകയാണ് സൈനിക താവളം ഒരുക്കുന്നതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇതിനായി ഇന്ത്യക്ക് മേലും അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് അലി അക്ബർ പറഞ്ഞു. പാക് സൈനിക മേധാവി അസീം മുനീറാണ് സംയുക്തമായി തുറമുഖം സ്ഥാപിക്കാമെന്ന പ്രപ്പോസൽ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചത്. അമേരിക്കയുമായി അപൂർവ ധാതുക്കളുടെ ഇടപാട് നടത്താൻ പാകിസ്ഥാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി സംയുക്ത തുറമുഖം സ്ഥാപിക്കാമെന്നായിരുന്നു മുനീറിൻ്റെ പ്രപ്പോസൽ. എന്നാൽ അന്ന് അമേരിക്ക അതിനോട് പ്രതികരിച്ചിരുന്നില്ല. ചബഹാറിനും ഗ്വാദറിനും മധ്യേ പാക് ബലൂചിസ്ഥാനിലെ പാസ്നി എന്ന സ്ഥലത്ത് അമേരിക്കയ്ക്ക് സ്വന്തമായി തുറമുഖം അനുവദിക്കാമെന്ന പ്രപ്പോസലാണ് അസീം മുനീർ യുഎസിന് മുന്നിൽ വെച്ചത്. അതിനിടെയാണ് അമേരിക്ക ഈ ഭാഗത്ത് സൈനിക താവളം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതായി ഇറാൻ ഇപ്പോൾ ആരോപിക്കുന്നത്. അമേരിക്ക ഇത്തരത്തിൽ ആരോപണം നടത്തുന്നത് ഇറാനെയും ഇന്ത്യയും ഒരുപോലെ ബാധിച്ചേക്കാം. ഇറാനിലെ നിസ്താൻ ബലോചിസ്ഥാൻ പ്രവിശ്യയിലാണ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ചബഹാർ തുറമുഖം. ഇന്ത്യ വൻതോതിൽ നിക്ഷേപവും സാങ്കേതിക പിന്തുണയും നൽകി നിർമ്മിച്ച ചബഹാർ തുറമുഖത്തിന് ട്രംപ് ഭരണകൂടം അടുത്തിടെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ത്യയുടെ സമ്മർദ്ദത്തെ തുടർന്ന് 2026 ആദ്യം വരെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, റഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് നേരിട്ട് കടക്കാനുള്ള ഇന്ത്യയുടെ പാതയാണ് ചബഹാർ. തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപമാണ് ഇന്ത്യ നടത്തുന്നത്. അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. 2024-25 ഇന്ത്യ 100 കോടി രൂപ വായ്പയും ചബഹാറിന് അനുവദിച്ചിരുന്നു. ചബഹാറിൽ നിന്ന് ഇറാനിലൂടെ 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയും നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ്റെ ആരോപണങ്ങളിൽ അമേരിക്കയോ പാകിസ്ഥാനോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുമില്ല.